അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മരുഭൂമിയിലൂടെയുള്ള ആ യാത്ര. അയാൾ ഇടയ്ക്കിടെ അറബിയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. എന്താണ് ചോദിക്കുന്നത് എന്ന് പോലും അവൾക്കറിയുന്നില്ല. ഒരുപാട് സമയത്തെ യാത്രാക്ഷീണം കൊണ്ട് അവൾ ആ വാഹനത്തിൽ പതുക്കെ ഒന്ന് മയങ്ങുന്നു. അതിനിടയിലും അയാളെന്തോ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ അയാളുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലായ അദ്ദേഹം പിന്നീടൊന്നും ചോദിച്ചില്ല. അവൾ അത് വീണ്ടും ഉറക്കത്തിലേക്ക് പതുക്കെ വഴുതി വീഴുന്നു. എവിടെ തന്നെ പോകുകയാണെങ്കിലും എത്ര വലിയ കൊടുങ്കാട്ടിൽ മരുഭൂമിയുടെ അങ്ങേ തലക്കൽ കൊണ്ടുപോയിടുകയാണെങ്കിലും രാജേഷിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് അവൾക്ക്. പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ അതവൾക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഏത് നിമിഷവും അവനും അവൻ്റെ ആളുകളും വന്ന് പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള ഒരു പേടിയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയൊക്കെ തന്നെ ജീവിതമാണെങ്കിലും അവനെ പേടിയില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇന്ന് അവനെയാണ്. അവൻ തന്നെ വിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ശരിക്കും ഭയപ്പെടുന്നു. ഒരുപാട് സമയത്തെ യാത്രകൾ, മരുഭൂമികൾ, ഈത്തപ്പഴ മരങ്ങൾ, പാറക്കെട്ടുകൾ, അതിനിടയിലൂടെ ആ ഒരു വാഹനമതാ ചീറിപ്പാഞ്ഞു പോകുന്നു. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കുറേ സമയം പിന്നിട്ടപ്പോൾ അതാ വലിയൊരു ഗോഡൗൺ പോലുള്ള ഒരു സ്ഥലത്തേക്ക് അയാൾ ആ വാഹനം കൊണ്ടുപോകുന്നു. അവൾ ശരിക്കും വിചാരിച്ചു, അറബികളുടെ വീട് ഇതായിരിക്കുമോ? ഇത് വളരെയധികം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഒന്നാണ്. എന്നാൽ അതിൻ്റെ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, ഒരുപാട് മൃഗങ്ങളാണ് അവിടെ ഉള്ളത്. ഒട്ടകമോ ആടോ അങ്ങനെ പലതും. അത്രയും ദൂരം പിന്നിട്ടിട്ട് ഇയാളെ അല്ലാതെ ഒരു മനുഷ്യജീവിയെയും അവിടെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴതാ സ്ത്രീകളുണ്ട്, 2-3 സ്ത്രീകളുണ്ട്, ഒരു ഭാഗത്ത് പുരുഷന്മാരുമുണ്ട്. അറബിയുടെ വീട് അതായിരുന്നു അവൾ ലക്ഷ്യമാക്കിയിരുന്നത്. പക്ഷേ ഇത് ഒരിക്കലും അറബികളുടെ വീടല്ല, ഇത് ജോലിസ്ഥലമാണ് എന്നവൾക്ക് തികച്ചും ബോധ്യമായി. എന്തായാലും വേണ്ടിയില്ല. അവൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി. അയാൾ വണ്ടിയുടെ ബാക്കിൽ നിന്ന് അവളുടെ ബാഗ് എടുത്ത് അവളുടെ കൈകളിൽ കൊടുത്തു. എന്നിട്ട് അവളോട് അങ്ങോട്ട് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവൾ പേടിച്ച് അവിടെ നിന്നു. അപ്പോഴതാ അവിടെ പണിയെടുക്കുന്ന 2-3 സ്ത്രീകൾ അവളുടെ അടുക്കലേക്ക് വന്നു. എന്തൊക്കെയോ ചോദിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഷയും ഇവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഒടുവിൽ പേരവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഫർസാന. അത് കേട്ട് അവർ ഫർസാന എന്ന് വിളിക്കുവാൻ തുടങ്ങി. ബാക്കിയുള്ള ഭാഷയൊക്കെ താനെ പടിഞ്ഞോളും എന്നവൾ കരുതി. അവർ അവളെ കൊണ്ടുപോയത് ഒരു വലിയൊരു ഹാള് പോലത്തെ ഒരു ഗോഡൗണിൻ്റെ ഭാഗത്തേക്കാണ്. ഒരൊറ്റ മുറി. അതിൽ ചുറ്റുഭാഗത്തുമായി അതാ അവരുടെ ഡ്രസ്സുകൾ, സാധനങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരിടം അവൾക്ക് വേണ്ടിയിട്ട് അവർ അതാ ഒഴിവാക്കി കൊടുക്കുന്നു. അവിടെ ചൂണ്ടിക്കാട്ടി ഒരു ഭാഗത്ത് കിടക്കുവാനുള്ളൊരു സ്പേസും ഡ്രസ്സ് വെക്കുവാനുള്ള ഒരു അയൽ പോലുള്ളൊരു സംഭവം അതും ഒക്കെ കാണിച്ചു കൊടുത്തു. നിൻ്റെ ഡ്രസ്സ് ഇവിടെ വെച്ചോളൂ, നിൻ്റെ ബാഗ് ഇവിടെ വെച്ചോളൂ എന്നൊക്കെ കാണിച്ചു കൊടുത്തു. ഭാഷ അറിയുന്നില്ലെങ്കിലും ആംഗ്യം കാണിച്ചു കൊണ്ടാണ് അതെല്ലാം അവർ പറഞ്ഞ് കൊടുത്തത്. അതെല്ലാം അവൾ അനുസരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളോട് അവിടെ നിന്ന് പോരുവാൻ പറഞ്ഞു. കുറച്ചധികം വിശാലമായ സ്ഥലമുള്ള ഒരു ഫുഡിൻ്റെ ഏരിയ. അവിടെ ഫുഡുണ്ട്. ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു നൈജീരിയക്കാരിയാണെന്ന് തോന്നുന്നു. അതുപോലുള്ള ചിത്രത്തിലൊക്കെ കണ്ട അങ്ങനത്തെ രീതിയിലുള്ള ആ മുഖവും കളറും ആ മുടിയുമെല്ലാം കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസം തോന്നി. പഠിച്ചോനെ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതെന്താ? അടുപ്പത്ത് നിന്ന് എന്തോ ഒരു ചൂടുള്ള ഒരു സാധനം പാത്രത്തിൽ വിളമ്പി അവളുടെ മുന്നിൽ കൊണ്ടുപോയി അവർ വെക്കുന്നു. എന്നാലും ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു കറുത്ത രൂപത്തിൽ നിന്ന് എന്തൊക്കെയോ ഒരു പ്രകാശം വരുന്നത് പോലെ അവൾക്ക് തോന്നി.
കാണാൻ അങ്ങനെയാണെങ്കിലും ചിരിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. പെട്ടെന്ന് കണ്ടപ്പോൾ പേടി തോന്നിയിരുന്നു. നല്ല ചൂടുള്ളോ എന്തോ ഒരു സംഭവമാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. പേരെന്താണെന്നറിയില്ല. വാഹനത്തിൽ നിന്ന് കഴിച്ച അതുപോലെയൊക്കെ തോന്നും. പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി ലൂസായിട്ടാണ്. നല്ല ചൂടുണ്ട്. അതിലെന്തോ മട്ടനോ എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും വാഹനത്തിൽ നിന്ന് അയാൾ തന്ന ഭക്ഷണത്തിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് അവൾക്ക് തോന്നി. അവൾക്ക് മനസ്സിലായി ഇനി സാധാരണ നാട്ടിലുള്ള ഭക്ഷണമൊന്നും കിട്ടില്ല. അതിന് പകരമായിക്കൊണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും ഇനി എൻ്റെ ഫുഡ് എന്നവൾ കരുതുന്നു. എങ്കിലും വിശപ്പടക്കുവാൻ വേണ്ടിയും തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയും അവളത് കഴിച്ചു. ചിരിച്ചുകൊണ്ട് അവരത് വീണ്ടും വരുന്നു. ഇനി വേണോ എന്നുള്ള രീതിയിൽ പാത്രത്തിൽ വിളമ്പിക്കൊണ്ട് അവൾ വേണ്ടെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവളോട് കൈ കഴുകുവാൻ ആവശ്യപ്പെട്ട് അവൾക്കുള്ള ആ റൂം കാണിച്ചു കൊടുത്തു. ക്ഷീണമുണ്ടെങ്കിൽ അവിടെ കിടന്നോ എന്നുള്ള രീതിയിലായിരിക്കും. അവൾ കരുതി ഇവിടെയായിരിക്കും എൻ്റെ ജോലി, ഇവിടെയായിരിക്കും എൻ്റെ താമസം. ആ ഒരു ഗോഡൗണിൽ അവൾ അങ്ങോട്ട് പോയപ്പോൾ ശരിക്കും അവിടുത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്തൊക്കെയോ അവൾക്കൊരു തലവേദന പോലെ തോന്നി. കാരണം ഒരുപാട് ഡ്രസ്സ്, കാര്യങ്ങൾ, സാധനങ്ങൾ അതെല്ലാം ഒരു ഹാളിൻ്റെ അവിടെ ഇവിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നു. അതിനടുത്തായിട്ട് ഓരോ പുൽപ്പായ് പോലുള്ള പായകളും അതിലായിരിക്കും ഒരുപക്ഷെ ഓരോരുത്തരും കിടക്കുക. അവൾക്കും അങ്ങനെ ഒരു പായയും ഒരു തലയണയും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവൾ അവിടെ കിടന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. റബ്ബേ, എൻ്റെ ജീവിതം ഇനി ഇവിടെ ആയിരിക്കോ? സാരല്ല, എന്നാലും ഒരാളെ പേടിക്കാതെ ജീവിക്കാലോ അവൾ വിചാരിക്കുന്നു. അവിടെ കിടന്ന അവൾ വീട്ടുകാരെ കുറിച്ചോർത്ത്, ഉമ്മ, ഉപ്പ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ ഞാൻ അവനെ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് ഉപ്പ, ഉമ്മ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. അവൾ അതോർത്തുകൊണ്ട് കരഞ്ഞ് അവിടെ കിടന്നു. അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൾ നാട് സ്വപ്നം കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തികൾ, കുഞ്ഞനിയൻ, എന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ. പിന്നീട് അവൾ ഓർത്തത് മറ്റാരുടെയും മുഖമല്ലായിരുന്നു. ഷെഫി ഉസ്താദ് തനിക്ക് വേണ്ടി ആഗ്രഹിച്ച, തന്നെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ച ഷെഫി ഉസ്താദ്. അതവൾക്ക് അവളുടെ മനസ്സിൽ വല്ലാതെ വേദന സൃഷ്ടിച്ചു. അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ആ റൂമിനകത്തേക്ക് ഒരു കൂട്ടം സ്ത്രീകളാണ് കടന്നു വന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന, അവിടെ ഞാൻ കണ്ടത് 2-3 പേരെയായിരുന്നു. എന്നാലിതാ 5-6 ഒപ്പമായി വന്നിരിക്കുന്നു. അവിടെ ആ ഒരു മൂലക്കൽ പായൽ കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുവാൻ തുടങ്ങി. എന്തോ ഒരു ഭാഷ ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും അവർ അവരോട് ചിരിച്ചു. ചിരിച്ചപ്പോൾ അല്പം ഒരു സമാധാനം. കൂട്ടത്തിൽ 1-2 പേര് അവളെ ഒന്ന് നോക്കി തിരിച്ചു പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അതിൽ നിന്ന് 2 പേർ അവളെ വിളിക്കുന്നു. വീണ്ടും ആ ടേബിളിൻ്റെ അടുത്തേക്കാണ് അവളെ കൊണ്ടുപോയത്. നല്ല ചൂടുള്ള തിളച്ച പാലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൽ എന്തോ ഒരു സ്നാക്കും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഒട്ടകത്തിൻ്റെ പാലാണോ ആടിൻ്റെ പാലാണോ എന്നൊന്നും അറിയുന്നില്ല. പാല് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് അത് കുടിക്കാൻ അല്പം പ്രയാസം തോന്നി. എല്ലാവരും കൂടി അവളെ നിർബന്ധിക്കുന്നു. നല്ലതാണ്, കുടിച്ചോളൂ എന്നുള്ള രീതിയിൽ എന്തോ ഭാഷയിൽ അവർ പറയുന്നു. അവൾ മനമില്ലാ മനസ്സോടു കൂടി അത് കുടിക്കുന്നു. നല്ല ചൂടുണ്ട്. അവർക്കൊന്നും അതൊരു വിഷയവുമല്ല. അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്നാക്ക് കഴിച്ചുകൊണ്ട് അത് എല്ലാവരും നല്ല രീതിയിലാണ് കുടിക്കുന്നത്. ആ ഒരു ഗോഡൗണിൻ്റെ മറുഭാഗത്ത് നിന്നായി ആടുകളുടെ ശബ്ദവും ഒട്ടകത്തിൻ്റെ ശബ്ദവുമെല്ലാം കേൾക്കുന്നു. മൊത്തത്തിൽ അവിടെ ആ രീതിയിലുള്ള ഒരു സ്മെല്ലാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. ആ റൂമിലെല്ലാം അതുപോലെയുള്ള ഒരു സ്മെല്ലുണ്ട്. ആദ്യം അതിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. ആ പാലവൾക്ക് മുഴുവൻ കുടിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവൾക്ക് ഓക്കാനിക്കാൻ വന്നു.
എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്കോടി ഛർദ്ദിക്കുവാൻ തുടങ്ങി. നേരത്തെ കഴിച്ച അതെല്ലാം പോയി. എന്നാൽ പിന്നാലെ അവർ വന്ന് അവളുടെ പുറത്താകെ ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്തു പറ്റി എന്നുള്ള രീതിയിൽ അവരെല്ലാവരും അവൾക്ക് തോന്നി. ഇവരെ ഈ രീതിയിലുള്ള മനുഷ്യന്മാരാണെങ്കിലും അവർക്ക് സ്നേഹമുണ്ട്, ദയവുണ്ട് എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. അവളതാ പതുക്കെ അവിടെ ഇരിക്കുന്നു. അവരെല്ലാവരും കൂടി അവരെ എഴുന്നേൽപ്പിക്കുന്നു. ആ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുവാൻ ശ്രമിക്കുന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞ് തലയാട്ടി. പക്ഷേ ആകെ ടയേർഡാണ്. ഭക്ഷണമൊന്നും വയറ്റിൽ നിൽക്കുന്നേയില്ല. വിശാലമായി പരന്നു കിടക്കുന്ന ആ ഒരു മരുഭൂമി, അതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ അവൾ നിലകൊള്ളുന്നത്. അവൾക്കറിയുന്നില്ല എന്താണ് ഏതാണ് സ്ഥിതി എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് അല്പം സ്നേഹമുണ്ട് എന്നൊരു തോന്നൽ അവൾക്ക് തോന്നി തുടങ്ങി. അന്ന് വൈകുന്നേരം അവരെല്ലാവരും അവളുടെ ചുറ്റും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നു. ഏകദേശം അവളുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ഭാഷ ഒന്ന് മനസ്സിലായി കിട്ടിയാൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാമായിരുന്നു. കൂട്ടത്തിൽ അല്പം പ്രായമായ സ്ത്രീ വന്ന് അതാ അവളുടെ മുടിയാകെ നല്ല രീതിയിൽ കോതി ഒതുക്കി കെട്ടിക്കൊടുക്കുന്നു. ആ ഒരു അനുഭവം അതറിഞ്ഞപ്പോൾ അവൾക്ക് തൻ്റെ ഉമ്മയാണ് ഓർമ്മ വന്നത്. പഠിച്ചവനെ, എൻ്റെ ഉമ്മ എന്നെ എത്ര പ്രാവശ്യം എൻ്റെ മുടിയെല്ലാം വാർന്ന് മുടഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സ്ത്രീ തലയിൽ കൈവച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഒരു തലോടൽ, തൻ്റെ ഉമ്മയുടെ തലോടലാണ് അവൾക്ക് ഓർമ്മ വന്നത്. ആ ദിവസം അവൾക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ അവർ ഒരു പുതപ്പെടുത്ത് അവളെ മൂടിക്കൊടുക്കുന്നു. ഞാൻ എത്തിപ്പെട്ടത് ഇങ്ങനെയുള്ള സ്ഥലമാണെങ്കിലും മനുഷ്യത്വമുള്ള സ്ഥലത്താണെന്ന് അവൾക്ക് തോന്നുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും അവർ ചർച്ച ചെയ്തത്. കാരണം ഒരുപക്ഷെ ഭക്ഷണം മാറിയതുകൊണ്ട് അവൾക്ക് അത് വയറ്റിൽ പിടിച്ചിട്ടുണ്ടാവില്ല എന്നായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. എന്നാൽ പിറ്റേന്ന് മുതൽ ജോലിക്ക് പ്രവേശിക്കണം എന്ന ഒരു നിയമമുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അസുമുഖമെല്ലാം ഒന്ന് മാറണം. അവൾ ആ രാത്രി അവിടെ തന്നെ അവളുടെ സീറ്റിൽ ഉറങ്ങുവാൻ കിടക്കുന്നു. ആ ഒരു റൂമിലേക്ക് ഒരുപാട് സ്ത്രീകൾ വന്നുകൊണ്ടിരുന്നു. അവരൊക്കെ ഓരോ കൂട്ടങ്ങളായിട്ടും ഒറ്റയായിട്ടും കിടക്കുന്നു. ചില തിരിയാത്ത ഭാഷയിലുള്ള സംസാരങ്ങളും, അറബിയോ അതോ വേറെ മറ്റു വല്ല ഭാഷയാണോ എന്താണോ അറിയുന്നില്ല. എല്ലാം കൂടി മിക്സ് ആയിക്കൊണ്ട് ഓരോ ഭാഷകൾ. രാത്രി ഭക്ഷണത്തിന് അവളെ ക്ഷണിച്ചെങ്കിലും അവൾ പോയില്ലായിരുന്നു. അങ്ങനെ ആ രാത്രി അവിടെ എല്ലാവരും ചേർന്നുറങ്ങുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് അവളും ആദ്യമായിട്ട് അറബ് നാട്ടിൽ താമസിക്കുന്ന ദിവസം. അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. പകല് ഒരുപാട് സമയം ഉറങ്ങിയത് കൊണ്ട് തന്നെ ഉറക്കം കിട്ടുന്നേയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ചെറിയൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ കണ്ണു തുറന്നത്. അവൾ അത് കണ്ടപ്പോൾ ആ കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആ ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആ ആളുകളെല്ലാം കൂടി സ്ത്രീകൾ അവിടെ നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. തന്നെ ആരോ തട്ടി വിളിച്ചതായിട്ട് അവൾക്ക് തോന്നി. പക്ഷേ പിന്നെ ആരോ എന്തോ പറയുന്നത് കേട്ടു. ക്ഷീണമുണ്ടാവുന്നോ എന്തൊക്കെ തന്നെയാലും അവൾക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. അവൾ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അവൾക്കുള്ള ബാത്റൂം, ഉളൂ ചെയ്യാനുള്ള സ്ഥലം അതെല്ലാം അവർ കാണിച്ചു കൊടുക്കുന്നു. അവളും കൂടി എത്തട്ടെ എന്ന് കരുതി അവർ വെയിറ്റ് ചെയ്യുന്നു. ശരിക്കും സന്തോഷമായി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ. പക്ഷേ തൻ്റെ നിസ്കാരം പടച്ച റബ്ബ് സ്വീകരിക്കുമോ അതൊന്നും എനിക്കറിയില്ല. കാരണം മറ്റൊന്നുമല്ല, താനൊരു ഹിന്ദു യുവാവിൻ്റെ കൂടെ പോയി അവൻ്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇല്ല, ഒരു ആളുടെ കുഞ്ഞിനെ, അന്യമതസ്ഥൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നിരിക്കുകയാണ്. അതുകൊണ്ട് പഠിച്ചവൻ എൻ്റെത് സ്വീകരിക്കോ എന്നൊന്നും അറിയില്ല. പക്ഷേ നിസ്കരിക്കാം, പടച്ച റബ്ബ് പുറത്തു തരട്ടെ. അവൾ അവരുടെ കൂട്ടത്തിൽ നിസ്കരിക്കുവാൻ നിന്നപ്പോൾ അവൾക്ക് നിസ്കാരപ്പായയോ ഒന്നുമില്ലായിരുന്നു. അവിടെയുള്ളവരും അത്രയൊന്നും ചിട്ടയിലൊന്നല്ല നിസ്കരിക്കുന്നത്. എന്തോ ഒരു ജുബ്ബയൊക്കെ ഇട്ടുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. അവളും അവളുടെ ബാഗിൽ കരുതിയ ആ പർദ്ദ അണിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. നിസ്കാരവും അത് കഴിഞ്ഞ് ഖുർആൻ പാരായണവും അതെല്ലാം കഴിഞ്ഞിട്ട്
അവരിതാ നേരെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോകുന്നു. എല്ലാവർക്കുമായി അവിടെ എന്തോ ഒരു ഉപ്മാവ് പോലുള്ള ഒരു ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അവിടെ പോയി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, കൂട്ടത്തിൽ ഞാനും. ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് അവർ നേരെ അതാ ആ ഒരു ആടുകളുടെ ഇടയിലേക്ക്, ഒട്ടകങ്ങളുടെ ഇടയിലേക്ക്, ഓരോ ഫാമുകളാണ് അവിടെ, ആ ഭാഗത്തേക്ക് അവളും അവരുടെ കൂടെ പോകുന്നു. നിനക്ക് പണി അറിയുമോ എന്നുള്ള രീതിയിൽ അവരെല്ലാവരും അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ കൈകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. അവൾക്ക് അവിടെ ഏറ്റവും ചെറിയ രീതിയിലുള്ള ജോലിയാണ് അവർ കൊടുത്തത്. മറ്റുള്ളവർക്ക് അവിടെ ഫാമാകെ ക്ലീനിങ്ങും കാര്യങ്ങളും അതെല്ലാം. ഇവൾക്ക് അവറ്റകൾക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് അവർ കൊടുത്തത്. ഒരുപാടുണ്ട്. കുറച്ചൊഴിച്ചപ്പോൾ തന്നെ അവൾ കുഴങ്ങി. അത് കണ്ട് കൂടെയുള്ള സ്ത്രീകൾ പറഞ്ഞു, മതി, ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ അവളുടെ കയ്യിൽ നിന്ന് ആ ബക്കറ്റ് വാങ്ങിയിട്ട് അവരിത് ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അവറ്റകളുടെ ആ ഒരു വെള്ളത്തിലേക്ക് എന്തോ ഒരു പൊടിയെല്ലാം കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മറ്റൊരു ടീം. അവൾക്കതിൽ സംതൃപ്തി തോന്നി. കാരണം ജോലി ചെയ്യാണ്, വെറുതെ ഇരിക്കല്ല. ജോലി ചെയ്യുമ്പോഴേ അതിൻ്റേതായൊരു സന്തോഷമുണ്ട്. അല്പം ഭാരമുണ്ടെങ്കിലും അതൊക്കെ അങ്ങ് ശീലമാകും എന്ന് കരുതി. പക്ഷേ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം അത് വളരെയധികം അവളുടെ മനസ്സിൽ തട്ടി. പുറം ലോകം അറിയാത്ത, ആരാരും കേട്ടറിവില്ലാത്ത ആ ഒരു വിജനമായ മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലയാളികളായ ആളും ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ അവൾക്ക് തോന്നി തുടങ്ങി. എന്താണാവോ, ഞാൻ കണ്ടില്ല ഇവിടെ ഒരു മലയാളിയെയും. പക്ഷേ അവിടുത്തെ മനുഷ്യർ ദയയുള്ളവരായിരുന്നു. ഒരാളെയും പേടിക്കണ്ട എന്നവൾക്ക് മനസ്സിലായി തുടങ്ങി. ഏകദേശം 10 മണിയായപ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണം അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൈകാലുകളും മുഖവുമെല്ലാം കഴുകി നേരെ അവിടേക്ക് പോകുന്നു. എന്തോ സൂപ്പോ അങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത്. അതെല്ലാം അവർ നല്ല സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയാണ് ഇവരിത് ഇത്രമാത്രം സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് എന്നവൾക്ക് തോന്നി. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, വേഗം കഴിച്ചോ മോളെ എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം. എങ്കിലും അവൾ ആ സൂപ്പ് കുടിച്ചു. അവൾക്കത് കുടിക്കാൻ പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് അത് കുടിക്കുകയായിരുന്നു. കുടിച്ചപ്പോൾ വല്ലാത്തൊരു ഉന്മേഷമാണ് അവൾക്ക് തോന്നിയത്. അവർ വീണ്ടും അതാ ജോലിക്കായിട്ട് അവരുടെ ഫാമിലേക്ക് പോകുന്നു. എല്ലാവരും വീണ്ടും ജോലി തുടരുന്നു. ഏതോ ഒരു വലിയ അറബിയുടേതാണ് ഈ ഒരു ഫാമെന്ന് അവൾക്ക് ബോധ്യമാകുന്നു. കാരണം ഇവിടെയുള്ള എല്ലാവരും പണിക്കാരാണ്. കുക്ക് ചെയ്യാനും അതുപോലെ ക്ലീനിങ്ങിനും ഭക്ഷണം കൊടുക്കാനും ഒക്കെയായിട്ട് പല പല ആളുകൾ, അറബികളെന്ന് മാത്രമല്ല കാട്ടറബികളും അതുപോലെ തന്നെ നീഗ്രോ ആളുകളും, അങ്ങനെ എല്ലാവരും മിക്സറാണ് ഇവിടെ. പക്ഷെ ഒരു സത്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവിടെയുള്ള ആളുകളെല്ലാം നിസ്കരിക്കുന്നവരാണ് എന്നുള്ള കാര്യം. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നും ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. ആരായിരിക്കും? ഒരു മലയാളിയെങ്കിലും കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാലോ എന്നവൾ വിചാരിക്കുന്നു. പക്ഷേ അടുത്തേക്ക് ആ വാഹനം വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് ഒരു അറബി ആയിരിക്കും എന്നുള്ളത്. വിചാരിച്ചതുപോലെ തന്നെ അതിൽ നിന്ന് സുന്ദരനായ ഒരു അറബി ഇറങ്ങുന്നു. അവൾക്ക് ശരിക്കും അത് കണ്ട് അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ, ഈ ഒരു ഫാമിലേക്ക് അത്രക്കും ഒരു വൃത്തിയും വെടുപ്പുമുള്ള ഒരു അറബി വരുന്നത് കണ്ട് അവൾക്ക് ശരിക്കും അത്ഭുതം തോന്നുകയാണ്. അറബി വന്നപ്പോൾ അവൾ അവിടെ നിന്ന് അല്പം മറഞ്ഞു നിന്നു. പുതിയൊരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്നോ അതൊക്കെ അറിഞ്ഞിട്ടാണ് അറബി വന്നതും. എന്നാൽ ഈ ജോലിക്ക് പൊതുവെ ആൾക്കാരെ കിട്ടാൻ പ്രയാസമാണ്. അറബിയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ശമ്പളവും കൊടുക്കുന്നുണ്ട്. ഈ ജോലിയുടെ മടി കാരണം ഇത് ടൗണിലുമല്ല, പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തുമല്ല, അല്പം അകലെയാണ്. മരുഭൂമിയൊക്കെ കടന്ന് പാറക്കെട്ടുകളും കടന്ന് ഒരുപാട് ദൂരം പോകണം. അപ്പോൾ മാത്രമാണ് ഇവിടേക്ക് എത്തിപ്പെടുകയുള്ളൂ. പക്ഷേ കന്നുകാലികൾക്ക് ജീവിക്കാൻ, ഒട്ടകത്തിനും ആടിനൊക്കെ ജീവിക്കാനും അവയെ മേയ്ക്കാനും പറ്റിയ സ്ഥലം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് അറബി ഇവിടെ വലിയൊരു ഫാമും അതിൽ താമസിക്കുവാൻ ആളുകൾക്കുള്ള സ്ഥലവും സൗകര്യങ്ങളും എല്ലാം കെട്ടിപ്പടുത്തത്. സുന്ദരനായ ആ അറബി അതാ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരെ അവരുടെ
ആ ഭാഗത്തുള്ള ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ് അദ്ദേഹം പോയത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.